സ്റ്റീഫനോ? അതാരാ? രാഹുലിനറിയോ, വീട്ടുകാർ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഒറ്റ മോളായതുകൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തീർക്കും. ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുമായിരുന്നു, നിന്റെ ലൈഫ് എന്ത് സുഖ, നിന്റെ ലൈഫ് നിന്റെ വീട്ടുകാർ വന്ന് ഇടപെടുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാന്നൊക്കെ. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാവും. മെൻ്റൽ സപ്പോർട്ടും അപ്രിസിയേഷനും ഒന്നും എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ എന്താന്ന് പറഞ്ഞത് സ്റ്റീഫൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ പ്രേമിച്ച് 5 കൊല്ലമായിരുന്നു. എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ്സ്. അവനെ കിട്ടുന്ന കുട്ടി ലക്കി ആയിരിക്കും. നിങ്ങളെ ബ്രേക്കപ്പ് ആവാൻ കാരണം എന്തായിരുന്നു? മതം പലർക്കും പ്രശ്നമാണല്ലോ. ആ പ്രശ്നം അവൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പാരൻസും റിലേറ്റീവ്സും ഒക്കെ ചേർത്ത് അവനെ UK വിട്ടു. അവിടെ അവൻ്റെ അങ്കിളുണ്ടായിരുന്നു. ആളവൻ്റെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ചു വെച്ചു. ഇപ്പൊ അവൻ്റെ കല്യാണം കഴിഞ്ഞെന്നോ കുട്ടികളായെന്നോ ഇനിയിപ്പോൾ UK ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ വേറൊരു പാർട്ട്ണറെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോകുമ്പോൾ മറക്കുന്ന അത്ര എളുപ്പമെന്നുള്ള കാര്യമല്ല. പക്ഷെ വേറൊരാൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അയാളെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റും. കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ചയിലാവുന്നുള്ളൂ. താൻ സമയമെടുത്ത് മൂവ് ഓൺ ആയാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഹലോ എടി, ഞാൻ അത്യാവശ്യം നല്ല വർക്കില്ല. എന്തെങ്കിലും എമർജൻസി ആണോ? എടി, നീ ഇങ്ങോട്ടൊന്നും പറയല്ലേ, ഞാൻ പറയുന്നതുകൊണ്ട് കേട്ടാൽ മതി. എന്താ? എടി, ഞാൻ രാഹുലിനെ പ്രേമിച്ചു തുടങ്ങിയെന്ന് എനിക്കൊരു സംശയം. ശരിക്കും? എന്നിട്ട് നീ ഇത് അവൻ്റെ അടുത്ത് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അവൻ ഓഫീസ് വരുമ്പോൾ ഒന്ന് പുറത്തു പോകണം, അപ്പം പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോളെ, എനിക്ക് സത്യമായിട്ട് ഇപ്പോഴാ സന്തോഷമായേ. എനിക്കെന്നെ പഴയ സാന്ദ്രനെ കിട്ടുന്ന പോലെ. പിന്നെ നീ ഇതേ മിലനോട് പോയി പറയല്ലേ, ഞാനായിട്ട് അവളോട് പറയാം. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, നേരിട്ട് പോയി പറയാനാ? ഓക്കെ, ശരി എടി, ഞാൻ വൈകിട്ട് വിളിക്കാം കേട്ടോ, കുറച്ച് തിരക്കണ്ടേ. ഓക്കെ, ബൈ. ഹായ്. ഹായ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്നാക്കാം. അതിനെന്താ, റെഡി ആക്കിയോ, പോവാം. ഹലോ എടി, നീ ഈവനിങ് എൻ്റെ വീടിൻ്റെ അവിടേക്കൊന്ന് വരൂ. എടി, ഞാൻ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്ത് പറ്റി? ആടി, ഞാൻ വരാം. ഓക്കെ. ഓക്കെ എടി. എൻ്റെ ഫ്രണ്ട് മിലന വിളിച്ചത്, നമുക്ക് അവിടെ മീറ്റ് ചെയ്ത് പോയി ഫുഡ് കഴിക്കാം. ആയിക്കോട്ടെ, റെഡി ആയിക്കോ. ഓക്കെ. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖം. യു ഗൈസ് ക്യാരി ഓൺ. ഞാൻ നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നേക്കുന്നത്. നീ ലൈഫിൽ ഒരിക്കലും മറക്കില്ല ഈ ദിവസം. എനിക്കറിയാം നീ ഭയങ്കര സർപ്രൈസ്ഡാണ്. ഇല്ലാതെ എനിക്ക് പറ്റില്ല സഞ്ജു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ നിനക്ക് വേണ്ടി വന്നു. ഈ മിലന എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. പാക്കിങ് കഴിഞ്ഞോ?
താൻ പറഞ്ഞില്ലേ അവനെ കിട്ടാൻ പോകുന്ന കുട്ടി ഭാഗ്യവതിയായിരിക്കും. താൻ നല്ല ഭാഗ്യവതിയാടോ. ഹാപ്പിയായിട്ട് പോയിട്ടോ. പോ. ചാൻഡോ ഇത് ഞാൻ തൻ്റെ ബർത്ത്ഡേക്ക് തരാൻ വച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. സൺഡ്ര